പച്ച മാങ്ങ കൊണ്ടുള്ള ഈ ഒരു ഐറ്റം നമ്മൾ കഴിച്ചാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇതിന്. മാങ്ങയുടെ ആ പുളിയും പിന്നെ എരിവും ഉപ്പും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ പിറക്കി തിന്നുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പം മാങ്ങ കിട്ടിയാൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം, മിസ്സാക്കല്ലേ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം 2 മാങ്ങ കഴുകിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് ചെനപ്പ് വന്ന മാങ്ങയാണ് കേട്ടോ, എന്നാലും കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ഈ ഒരു കനത്തിൽ മാങ്ങ അരിഞ്ഞ് മാറ്റി വെച്ചു. ഇനി ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി ആദ്യം വറ്റൽമുളക് ഇട്ടൊന്ന് വറുത്ത് കോരാം. ഞാനിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് എരിവ് കുറഞ്ഞ മുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് മുളകിട്ട് വറുത്ത് കോരി എടുക്കാവേ. ഇനി അതിലേക്ക് കറിവേപ്പിലയാണ്, നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്ത് കോരാം. ഇനി ആ എണ്ണയിലേക്ക് നമ്മുടെ മാങ്ങ ഒരു 2 ബാച്ചായിട്ട് ഇട്ടിട്ടാണ് ഞാനൊന്ന് വറുത്ത് കോരി എടുക്കുന്നത്. മാങ്ങ ഒന്ന് മുരിഞ്ഞ് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് ആ മുളകും കറിവേപ്പിലയും കൂടെ കൈകൊണ്ട് ഇതുപോലൊന്ന് ഞെരടി വെക്കണം കേട്ടോ. ചെറിയ ചൂടോടുകൂടി ഇങ്ങനെ പൊടിച്ചെടുത്താലേ പൊടിഞ്ഞ് വരത്തുള്ളേ. ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യേണ്ടി വരും. പക്ഷേ കൈകൊണ്ട് ഇങ്ങനെ ഞെരടി എടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പം മുളകൊക്കെ ഞെരടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് മാങ്ങയും നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ. ഇനി നമുക്ക് ആ ഒരു മുളകിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം, കഴിക്കാം. അടിപൊളിയാണ്, ട്രൈ ചെയ്ത്